തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ഹാസ ആഴ്ചയുടെ ആരാധന അനുഭവത്തിലൂടെയാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു ഗ്രാമത്തിലെ ആശ്രമത്തിൽ ഗുരുവും ശിഷ്യന്മാരും സുഖമായി കഴിയുകയാണ്. ഗുരുവിന് വളരെ അരുമയായി ഒരു പൂച്ചയുണ്ട്. എന്നും പൂജ ചെയ്യുന്ന സമയത്ത് പൂച്ച കടന്നു വരും. പൂജയ്ക്ക് ശല്യം ചെയ്യാത്തതിനാൽ ഗുരു ആ പൂച്ചയെ വിലക്കിയില്ല. ഒരു പ്രഭാതത്തിൽ ഗുരു മരിച്ചുപോയി. ആചാരങ്ങൾ തെറ്റിക്കാത്ത ശിഷ്യഗണങ്ങൾ തന്നെ സംസ്കാരം നടത്തി. പിന്നെ അവർ ഗുരുവിൻ്റെ കടമകളായി ഓരോന്നോരോന്നും ഏറ്റെടുത്തു. പൂജകൾ ഉൾപ്പെടെ അവർ ചെയ്തു തുടങ്ങി. ഗുരു പൂജ ചെയ്തപ്പോൾ പൂച്ചയും ഉണ്ടായിരുന്നതിനാൽ ഇരുവരും പൂച്ചയെ കൊണ്ടുവന്നു. ആചാരങ്ങൾ തെറ്റാതിരിക്കാൻ ഏതോ ഒരു ദിനത്തിൽ ആ പൂച്ചയും ചത്തുപോയി. അവർ പുതിയതായി ഒരു പൂച്ചയെ വാങ്ങി. കാലം പിന്നെയും കടന്നുപോയി. ശിഷ്യന്മാരും മരിച്ചു. അവരുടെ പിന്മുറക്കാർ അനുഷ്ഠാനം തുടർന്നു. പൂജയ്ക്ക് പൂച്ച ഒരാവശ്യ ഘടകമായി മാറി. ക്രമേണ പൂച്ചയില്ലാതെ പൂജ നടക്കാതെയായി. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പിലേക്ക് കടക്കുമ്പോഴും ചില സാദൃശ്യങ്ങൾ ഈ കഥയുമായി ഉള്ളതായി തോന്നുന്നു. നോമ്പെന്ന് പറഞ്ഞാൽ ഏതാനും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കലായി മാറിയിരിക്കുന്നു. നോമ്പ് അങ്ങനെ മുദ്രയടിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നാം. നോമ്പ് വർജനങ്ങൾ മാത്രമല്ല, നോമ്പ് ദൈവവിളിയോടുള്ള പ്രതികരിക്കലാണ്. പുണ്യം പൂക്കുന്ന കാലമാണ് നോമ്പ്. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യകുലത്തെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം നിന്റെ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഹാസ ആഴ്ചയിൽ, നാം ആരാണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മുടെ അസ്തിത്വം എന്താണെന്നുള്ളൊരു തിരിച്ചറിവ്, അങ്ങനെയുള്ളൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. 600 കോടിയിലധികം മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിൽ സ്വന്തം ഇടം നാം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട യുഗത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. പ്രകാശത്തിൻ്റെ ഉറവിടമായ ദൈവസന്നദ്ധിയിൽ നിന്ന് ആദിമ മനുഷ്യൻ അകന്നു പോയപ്പോൾ ഉൽപ്പത്തിയിൽ ദൈവം വിളിക്കുകയാണ്, ആദമേ, നീ എവിടെയാണ്? ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം എല്ലായ്പ്പോഴും നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യൻ എങ്ങോട്ടോ ഉള്ള ഒരു ഓട്ടത്തിരക്കിലാണ്. ജീവിത മൂല്യങ്ങളെ തെറിപ്പിച്ച് ജീവിതത്തിൻ്റെ അവസാന മൂല്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ആസക്തികൾ മനുഷ്യനെ വേട്ടയാടുന്നു. നമ്മെ വേട്ടയാടുന്ന ആസക്തികളെ നാം തിരിച്ചറിയണം. ദ്രവ്യാസക്തി, മദ്യാസക്തി, ലൈംഗികാസക്തി, അങ്ങനെ പലതരമായ ആസക്തികൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. റോമാലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവർത്തികളെ നാം വെച്ച് കളഞ്ഞ് മര്യാദയായി വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മരണത്തിൻ്റെ, പരാജയത്തിൻ്റെ, നാശത്തിൻ്റെ, വേദനിക്കുന്ന നമ്മുടെ നൊമ്പരങ്ങളിൽ നമ്മോടൊപ്പം വേദനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയണം. അനേകായിരം വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരമാണ് മനുഷ്യജന്മം.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18 പറയുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആസക്തിയെ വിരക്തി കൊണ്ട് സ്ഫുടം ചെയ്യുന്നതാണ് നോമ്പ്. നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് അനുതാപത്തോടെ, കണ്ണുനീരോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ സ്വകാര്യതകളിൽ നാം ഒഴുക്കുന്ന കണ്ണുനീരിന് ദൈവത്തിൻ്റെ മനസ്സലിയിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ മനസ്സലിയിക്കുവാനുള്ള മാനുഷിക ശക്തിയിൽ അതിനപ്പുറമായി നമ്മുടെ കണ്ണുനീരിന് ചില ആഴമുണ്ടെന്ന് നാം തിരിച്ചറിയണം. നീ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, വികലതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് നോമ്പ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം, രൂപാന്തരപ്പെടാം. നമ്മുടെ സൃഷ്ടാവ് നമ്മെ തൊടുമാറാകട്ടെ.